ാണ് എന്നിട്ട് കൊച്ചിന്റെ ട്രീറ്റ്മെന്റിന് ഫുൾ പൈസ തരാന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അയാൾ കുറച്ച് കഴിഞ്ഞ് പറയാണ് അയാളുടെ നടുവിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, ഞാൻ അയാളെ മാസ്റ്റർബേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമ ചോദിക്കുകയാണ്. ടോണിച്ചായനോട് ക്ഷമ ചോദിക്കുകയാണ് സത്യം പറഞ്ഞു. കാരണം ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് ചെയ്തപ്പോൾ മുതൽ എനിക്ക് നെഗറ്റീവുകളാണ്. കാരണം ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ അദ്ദേഹത്തിനോട് കുറ്റം പറഞ്ഞ പോലെയാണ്. നമ്മളിപ്പോഴും പറയുന്നത് അദ്ദേഹം ചെയ്ത ചാറ്റിന് ഒരിക്കലും നമ്മൾ തെറ്റ് പറയുന്നില്ല. നല്ല കാര്യം തന്നെ, ചെയ്യാൻ മടിക്കുന്ന പലരും ചെയ്യാൻ മടിക്കുന്ന കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ ഉൾപ്പെടെയുള്ളവർ കൊടുക്കുന്നില്ല, നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ കൊടുക്കുന്നില്ല, കുറ്റം പറയുന്നവർ കൊടുക്കുന്നു. അദ്ദേഹം കൊടുക്കുന്നത് ഈ കൊടുത്തിട്ട് എന്തിനാണ്? അദ്ദേഹം അവിടെ നിന്ന് കളത്തരം കാണിച്ച് ഇവിടുന്ന് കളത്തരം കാണിച്ച് കൊടുക്കുന്നില്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. എന്തെങ്കിലും കൊടുത്തോട്ടെ, നല്ല കാര്യമാണ്, അത് ഇനിയും തുടരുക. പക്ഷേ ഈ കൊടുത്തതിന്റെ വിലയില്ലാണ്ടാ വന്നത് ഇതുപോലുള്ള കാര്യം. ഓഫീസിലോട്ട് ഒരു ദിവസം വാ, നമുക്ക് തൻ്റെ പ്രശ്നവും തീർക്കാം അവൻ്റെ പ്രശ്നവും തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പ്രശ്നമൊന്നും എനിക്ക് പ്രശ്നമല്ല, കാരണം എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനായിട്ട് ഞാനുണ്ട്, എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഞാനുണ്ട്. എനിക്ക് അവനൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി, കാരണം നമുക്ക് ആർക്കും പറ്റത്തില്ല അത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കല്. അതിങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് നേരിട്ട് കാണണം. പക്ഷേ പുള്ളി പറയുന്നത് പുള്ളിയല്ല സംസാരിക്കുന്നത്, പുള്ളിയുടെ മാനേജർ സംസാരിക്കുന്നതാണ്. പുള്ളി പറഞ്ഞ് താനൊരു ദിവസം വാ, ഫ്രീ ആകുമ്പോൾ വീട്ടിലോട്ടോ ഓഫീസിലോട്ടോ താനൊരു ദിവസം വാ, വന്നിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എനിക്ക് അന്നേരം മനസ്സിലായി ഇതിൻ്റെ വേറൊരു രീതിയിലോട്ടായി സംഭവം പോകുന്നതെന്നുള്ളത്. തൻ്റെ എല്ലാ പ്രശ്നങ്ങളും തരാം, അതായത് അവന് നമുക്ക് ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഇത് പിന്നെ അവൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചു 2 പ്രാവശ്യം ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിപ്പോൾ നടന്നിട്ട് ഏകദേശം ഒരു 6 മാസത്തോളമായി, 6 മാസത്തിന് മുകളിലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അത്രയായി. പിന്നെ ഞാൻ ഇതാക്കിയൊന്നുമില്ല. ഞാൻ പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞാൽ നീ നമ്പരില്ല, ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് അത് ഞാൻ സംസാരിക്കുകയും ചെയ്തു. അന്നേ എനിക്ക് മനസ്സിലായി അവനൊരു കാട്ടുകൂടിയാണെന്ന്. ഇയാളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ നമുക്കറിയാം അയാളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് സാധിക്കില്ല. കാരണം വേറൊന്നുമല്ല, ഇവരെ പേടിയാണ്, ഈ ഒരു മനുഷ്യനെ പേടിയാണ് ഇവർക്ക് എല്ലാവർക്കും. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ലാസ്റ്റ് വീഡിയോ തന്നെയാണ്. ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, ഇടാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ ഇതുകൊണ്ട് ഒരു ഗുണമില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവരൊന്നും പുറത്തു വരാത്തത് ഏറ്റവും ഗതികെട്ട്, അല്ലെങ്കിൽ അത്രയും ഏറ്റവും ഗതികെട്ടവനാണ് അവരുടെ മുന്നിൽ കൈ നീട്ടുന്നത്. വീഡിയോയുടെ മുന്നിൽ വന്ന് അദ്ദേഹം വീഡിയോ ഇല്ലാണ്ടൊന്നും ചാറ്റ് ചെയ്യില്ലട്ടോ. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ടീം വന്ന് ചെന്ന് ഒരു ലേഡി വന്ന് ചോദിച്ചൊരു കുട്ടി, അപ്പോൾ വീഡിയോ ചെയ്തില്ലെങ്കിൽ വരില്ല, നിങ്ങൾ വന്ന് സാഹചര്യം അന്വേഷിച്ചോളം പറഞ്ഞിട്ട് പോലും വീഡിയോ ഇല്ലെങ്കിൽ ചാറ്റ് ഇല്ല. അതൊക്കെ പോട്ടെ, അദ്ദേഹത്തിന്റെ ഇഷ്ടം, അദ്ദേഹത്തിന്റെ കാശം. ഏറ്റവും ഗതികെട്ടവനല്ലേ കൈ നീട്ടുന്നത്? ഏറ്റവും ഗതികെട്ടവനല്ലേ അദ്ദേഹത്തിന്റെ മുന്നിൽ വീഡിയോക്ക് മുന്നിൽ വരാമെന്ന് പബ്ലിക്കിന്റെ മുന്നിലേക്ക് എന്റെ ഫേസ് ഇട്ടോ എന്ന് പറയുന്ന അത്രയും ഗതികെട്ടവനല്ലേ? ആവശ്യക്കാരനായോണ്ടല്ലേ? അത് മുതലെടുക്കുന്നത് ഇതുപോലെ ലേഡീസിന്റെ അടുത്തല്ല. ഞാൻ ആ വീഡിയോ കാണിച്ച് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് തെളിവുകളുണ്ട്, പക്ഷേ ഞാനിതൊന്നും പോസ്റ്റ് ചെയ്യാത്തത്. ഇത് പോസ്റ്റ് ചെയ്യുന്ന നമ്മളാണ് കുറ്റക്കാർ, ഇത് തുറന്നു പറയുന്ന അവരാണ് കുറ്റക്കാർ. അച്ഛൻ കാശ് കൊടുത്ത് 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തതിന് അച്ഛൻ നല്ലവനായിട്ട് മാറാം. പിന്നെ ഇവർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം അത്രയും ഗതികെട്ടവരാണ്. അവർക്ക് ഒരു വക്കീലിനെ വെച്ചാൽ അല്ലെങ്കിൽ ഇതിനെതിരെ കേസിന് പോകാൻ, അതിന്റെ പിന്നാലെ പോകാൻ അവർക്ക് ഗതികെട്ട് നിൽക്കുന്നവരാണ്. അവരോട് സാധിക്കില്ലാത്തതുകൊണ്ടാണ് അവർ തുറന്നു പറയാത്ത, പുറത്തേക്ക് വരാത്തത്. അങ്ങനെയാണ് അനവധി കേസുകൾ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള. ചാരിറ്റി നിങ്ങൾ വിട്ടോട്ടെ, ചാരിറ്റി അല്ല നമ്മൾ പറയുന്നത്. ഇദ്ദേഹം ആ പെണ്ണുങ്ങളോട് ഈ കോഴിത്തരം കാണിക്കുന്നത്, അതായത് മോശമായിട്ട് ചോദിക്കുക, അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുക, പല ആൾക്കാരും ഒന്ന് അത് തുറന്നടിച്ച് പറഞ്ഞു. അവരെല്ലാവരുമാണ് അദ്ദേഹത്തിന് മോശക്കാരനാക്കുന്നതും കുറ്റക്കാരാക്കുന്നതും നമ്മളെ പോലുള്ളവർ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറയുന്നത്, എന്തിനും കാണിക്കുക, ചായനായ ചായൻ്റെ പാടായ, ചായൻ്റെ ആർമി ആയ, ചായൻ്റെ ഫാൻസ് ആയ, ചായൻ്റെ PR ആയി, നിങ്ങളുടെ പാടായി. നാളെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അറിയുന്ന ഒരു ലേഡിക്ക് വരുമ്പോൾ ഇവിടെ വന്ന് തൊള്ള തുറക്കുമ്പോഴാണ്. അന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് തൊള്ള തുറക്കുമ്പോഴാണ്. നമ്മളിപ്പോഴും പറയുന്നത് അദ്ദേഹത്തിന് ചാരിറ്റിയെ കുറ്റം പറയുന്നില്ല. അദ്ദേഹം ചെയ്യുന്ന കോഴിത്തരം, അതായത് ഒരു പെണ്ണിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയല്ല കാശ് കൊടുക്കുന്നത് ആരും. അദ്ദേഹം കാശ് കൊടുക്കുന്നത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അവർ കൊടുത്തവരെ പോലും. അത് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു, എന്തോരം ഉണ്ടാ അവരെയൊക്കെ ഇദ്ദേഹം ഈ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആ രീതിക്കുള്ള മനുഷ്യന്മാരുണ്ട്. അതിനൊക്കെ നാണമാവില്ല ഞാൻ ചോദിക്കണം. അങ്ങനെയുള്ളവരെയൊക്കെ പിടിക്കുന്ന നാണമാവില്ല. ഇദ്ദേഹത്തിന് കാശുണ്ടെങ്കിൽ എന്തോരം കിട്ടും, കാശിറക്ക് വേണ്ട സ്ഥലങ്ങളിൽ ഇതിന് വേണ്ടിയുള്ളവരുണ്ട്, അവർക്ക് പോകും. എന്നിട്ട് നമ്മൾ കുറ്റക്കാർ, നമ്മളിടുന്ന വീഡിയോ മോശക്കാർ. ഇത് കുറെ പേര് വന്നിട്ടുണ്ട്, നിലപാടിന്റെ ഉസ്താക്കന്മാർ. ഇവിടെ സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ കണ്ടതിനാൽ ചിലവന്മാരെ സ്റ്റാറ്റസ് സ്റ്റോറി കണ്ടതിനാൽ പെണ്ണ് പിടിച്ചു നടന്നവനും മലിച്ചു നടന്നവനും ഉള്ള ലഹരിയൊക്കെ ഉപയോഗിച്ച് നടന്നവനും നാട്ടിൽ നിന്ന് അടിച്ചോടിച്ചോണ്ടൊക്കെ സ്റ്റോറി ഇടുമ്പോൾ കാണാൻ തന്നെ അറിയാൻ പറ്റും അവനൊക്കെ എത്രത്തോളം നിലപാടിന്റെ ഉസ്താദമാണെന്നുള്ളത് അന്വേഷിക്കാണ്ട്. എനിക്ക് താങ്ങില്ല, നീ താങ്ങി, എനിക്ക് ആരെയും താങ്ങണ്ട, എനിക്ക് ആരെയും മൂട് താങ്ങിയിട്ട് വേണ്ട കിട്ടാനുള്ളത്. ഓക്കെ മുത്ത.